ഹായ് ഓൾ വെൽക്കം. സോ നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റ് സീരീസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ഗ്രൂപ്പ് തിയറിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജൂൺ 2025 വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ക്യാരക്ടർ ടേബിൾ ഓഫ് C3V പോയിന്റ് ഗ്രൂപ്പ് ഇസ് ആസ് ഫോളോസ്. ക്യാരക്ടർ ടേബിൾ തന്നിട്ടുണ്ട്. ഫോർ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് NH3 ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് among the following is NH3യുടെ പോയിന്റ് ഗ്രൂപ്പ് C3V ആണെന്ന് നമുക്കറിയാം. അതിൽ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് സം ഓഫ് ദ നോർമൽ മോഡ്സ് ആർ IR inactive. അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ അറ്റ്ലീസ്റ്റ് വൺ നോർമൽ മോഡ് ഇസ് ബോത്ത് IR and DAM inactive. Third option, mixing of normal modes by the symmetry operation is not possible. And fourth one, for some of the normal modes, the wave function of first vibrational excited state is totally symmetric. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോർമൽ മോഡ്സിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് മനസ്സിലാക്കണം. അതായത് A1 A2 E എന്നുള്ളതാണ് നമ്മുടെ ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എങ്കിൽ ആ എത്രമാത്രം അതിൽ നോർമൽ മോഡ്സ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് നമ്മൾ PYQ ചെയ്തവരാണെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇത് നമുക്ക് എപ്പോഴും ഫ്രീക്വന്റ്ലി കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് NH3 ആണ് നമ്മുടെ മോളിക്യൂൾ. ഈ NH3 മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പ് ആണ് ഇക്ക തന്നിരിക്കുന്നത് C3V. അപ്പൊ ഇതിന്റെ നോർമൽ മോഡ്സ് നമ്മൾ കാണണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഈ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ഫോർമാറ്റിലാണ്. റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ നമ്മൾ കാണണം. അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ടേബിൾ പോലെ ചെയ്യാനുണ്ട്. നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ്, പിന്നെ നമ്മൾ ക്യാരക്ടേഴ്സ് ഓഫ് ഈച്ച് സിമട്രി C3 സിഗ്മ V. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റെഡ്യൂസിബിൾ റെപ്രസെന്റേഷനിലേക്ക് വരും. എങ്ങനെയാണ് കാണേണ്ടത് ഇത്? നമ്മൾ ആദ്യം ഇവിടെ C3 അതുപോലെ സിഗ്മ V, ഇതാണ് നമുക്ക് മൂന്ന് സിമട്രി എലമെന്റ്സ് ഉള്ളത്. അപ്പൊ ഈ NH3യുടെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആറ്റംസ് അൺഷിഫ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അൺഷിഫ്റ്റഡ് ആറ്റംസ്. C3 അപ്ലൈ ചെയ്യുമ്പോൾ C3 അലോങ് Z ആക്സിസ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആറ്റംസ് അൺഷിഫ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സിഗ്മ V അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആറ്റംസ് അൺഷിഫ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 360 നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ എങ്ങനെയായിരിക്കും? എല്ലാം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തും. അപ്പൊ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റവും അതിന്റെ പൊസിഷനിൽ നിന്ന് മാറുന്നില്ല, അൾട്ടിമേറ്റ്ലി മാറില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അൺഷിഫ്റ്റഡ് ആറ്റം എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഇതിനെ മുഴുവൻ നമ്മൾ 360 റൊട്ടേറ്റ് ചെയ്യൂ, തിരിച്ചത് അതിന്റെ സ്ഥലത്ത് തന്നെ വന്നിരിക്കില്ലേ? സോ അൺഷിഫ്റ്റഡ് ആറ്റം ഇസ് 4. പിന്നെ C3 അപ്ലൈ ചെയ്യുമ്പോൾ അലോങ് Z ആക്സിസ് നമ്മൾ C3 അപ്ലൈ ചെയ്യാം. N ഇവിടെ ഉള്ളത് 3 H ഇവിടെ പിരമിഡ് പോലെ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ C3 120 റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 ഹൈഡ്രജനും അതിന്റെ പ്ലേസ് മാറും, നൈട്രജൻ മാത്രം മാറില്ല. അതുകൊണ്ട് തന്നെ അൺഷിഫ്റ്റഡ് ആറ്റം എത്രയാണ്? 1 മാത്രമേ ഉള്ളൂ. ഇനി സിഗ്മ V അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതാണ് N, 3 H പിരമിഡ് പോലെ ഉണ്ട്. സിഗ്മ V നമ്മൾ ഒരു H ഉം N ഉം കട്ട് ചെയ്യുന്ന പോലെയാണ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ 2 H ഉം അതിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. 2 H റിഫ്ലക്ട് ചെയ്യും, ഒരു N ലും H ലൂടെയും കൂടിയാണ് ആ പ്ലെയിന് പാസ് ചെയ്യുക. ആ സമയത്ത് ഒരു N ഉം H ലൂടെ നമ്മൾ ഈ ഒരു പ്ലെയിന് പാസ് ചെയ്യുന്ന സമയത്ത് N ഉം H ഉം കട്ട് ചെയ്തു പോകും. സോ അവര് ഷിഫ്റ്റ് ചെയ്യുന്നില്ല, H ഉം H ഉം ആണ് റിഫ്ലക്ട് ചെയ്യുക. സോ അൺഷിഫ്റ്റഡ് ആറ്റം എത്രയാണ്? 2 ആണ് വരിക. സിഗ്മ Vയില് അൺഷിഫ്റ്റഡ് ആറ്റംസ് 2 ആണ് വരുന്നത്. ഇനി ക്യാരക്ടേഴ്സ് ആണ്. യുടെ ക്യാരക്ടേഴ്സ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം 3 ആണെന്നുള്ളത്. C3യുടെ ക്യാരക്ടേഴ്സ് 0 ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സിഗ്മ Vയുടെ 1 ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. ക്യാരക്ടേഴ്സ് ഓഫ് സിഗ്മ V, C3, അതുപോലെ C2, C4 ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യാവുന്നത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാരക്ടേഴ്സ് ഓഫ് അല്ലേ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൽ നിന്ന് തന്നെ Z ഉം X ഉം Y ഉള്ള കോളംസ് നോക്കാം. ഇവിടെ Z ഉണ്ട്, അപ്പൊ 1. ഓക്കെ, X ഉം Y എവിടെ ഉള്ളത്? ഇവിടെ 2. അപ്പൊ 2 ഉം 1 ഉം ആഡ് ചെയ്തിട്ട് 3. അതാണ് ക്യാരക്ടർ. C3യുടെ കാണണമെങ്കിൽ C3യിലുള്ളതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ C3യിൽ ആരൊക്കെ ഉള്ളത് നോക്കാം. Z ഉം X ഉം Y ഉള്ളത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാവൂ. Z ഉണ്ട് ഇവിടെ 1, X ഉം Y ഉള്ളത് -1. 1 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അതാണ് ഇവിടെ. സിഗ്മ V ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? Z ഉം X ഉം Y ഉള്ള പോർഷൻസ് ഏതാണ് അത് ആഡ് ചെയ്യണം. ഇവിടെ Z ൽ 1 ഉണ്ട്, X ഉം Y ൽ 0. 1 + 0 1. അങ്ങനെ നമുക്ക് ക്യാരക്ടർ ടേബിളിൽ തന്നെ ക്യാരക്ടേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ട്രിക്ക് പറഞ്ഞതാണ്. പക്ഷെ ക്യാരക്ടേഴ്സ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ക്യാരക്ടേഴ്സ് കാണുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ്. ഇനി ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എങ്ങനെ വരും? ഈ അൺഷിഫ്റ്റഡ് ആറ്റംസ് ഇൻറ്റു ക്യാരക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 1 × 0 0, 2 × 1 2. അപ്പൊ ഇതാണ് നമ്മുടെ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 12 0 2. ഇനി ഈ വാല്യൂസ് ആണ് നമുക്ക് ഇനി ആവശ്യം നോർമൽ മോഡ്സ് കണ്ടുപിടിക്കാൻ. എങ്ങനെ നോർമൽ മോഡ്സ് കണ്ടുപിടിക്കും?
എയിൽ എത്ര നോർമൽ മോഡ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി n ഓഫ് നമ്പർ ഓഫ് A1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര മോഡ്സ് A1 സിമെട്രിയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ എത്ര 3n ആണ് നമ്മുടെ നോർമൽ മോഡ്സ് ഉണ്ടാവുക. 3n മൈനസ് 6. ഇപ്പോൾ വൈബ്രേഷണൽ മോഡ്സ് ആണ് നോക്കുന്നെങ്കിൽ 3n മൈനസ് 6 ആയിരിക്കും. അതിൽ എത്ര മോഡ്സ് A1 സിമെട്രിയിൽ ഉണ്ട് എന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/h. h എന്ന് പറയുന്നത് ഓഡ് 1/h നമ്മുടെ ക്യാരക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഈ 1/h എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ആണ്. ഈ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് എങ്ങനെയാണ് കാണുക? ഈ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമെട്രി എലമെന്റ്സിന്റെ കൂടെയുള്ള ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. സിമെട്രി എലമെന്റ്സിന്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക. ഇവിടെ ഇയുടെ കൂടെയാണ് 1 ഉള്ളത്, C3യുടെ കൂടെ 2, സിഗ്മ വിയുടെ കൂടെ 3. അപ്പോൾ 1 + 2 + 3 എത്രയാണ്? 6 വരും. 3 + 2 5, 5 + 1 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1/order 6. ഇനി ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ A1ന്റെ അല്ലേ കാണേണ്ടത്. സോ 1 കോഎഫിഷ്യൻ ഇയുടെ ഫസ്റ്റത്തെ 3 എണ്ണം നമ്മൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ഇ ആണ് നമ്മുടെ ഫസ്റ്റത്തെ സിമെട്രി എലമെന്റ്. അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ആ 1 ഇൻറ്റു ഇതിന്റെ ക്യാരക്ടർ എത്രയാ? 1. അത് ഇൻറ്റു ഈ റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 12. അങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 ഇൻറ്റു 1 ഇൻറ്റു 12. അതാണ് ഫസ്റ്റത്തെ ക്യാരക്ടർ വരിക. 1 ഇൻറ്റു 1 ഇൻറ്റു 12 പ്ലസ് നമ്മൾ അവിടെ ഇയുടെ കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി C3യിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യന്റ് 2, അതിന്റെ ക്യാരക്ടർ 1. 2 ഇൻറ്റു 1 ഇൻറ്റു 0. 2 ഇൻറ്റു 1 ഇൻറ്റു 0 0 തന്നെയാണ്. 2 ഇൻറ്റു 1 ഇൻറ്റു 0 0 വരും. പ്ലസ് ഇനി C3യിലേക്ക് സിഗ്മ വിയിലേക്ക് പോവാണെങ്കിൽ കോഎഫിഷ്യന്റ് 3. 3 ഇൻറ്റു 1 1 ഇൻറ്റു 2 എത്രയാണ് വരിക? 6 ആണ് വരിക. 3 ഇൻറ്റു 1 ഇൻറ്റു 2. അപ്പൊ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് A1 1/6 ഇൻറ്റു 2 പ്ലസ് 0 പ്ലസ് 6 അല്ലേ? സോറി, ഇത് 12 ആണ്. 12 ഇൻറ്റു 1 ഇൻറ്റു 1 12 പ്ലസ് 0 പ്ലസ് 3 ഇൻറ്റു 2 6. 12 പ്ലസ് 6 18/6 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പൊ നമ്പർ ഓഫ് A1 എത്രയുണ്ട്? ടോട്ടൽ മോഡ്സിൽ, ടോട്ടൽ നോർമൽ മോഡ്സിൽ A1 സിമെട്രി ഉള്ള മോഡ്സ് 3 ആണെന്ന് മനസ്സിലായി. അപ്പൊ A1 ഉള്ളത്, നമ്പർ ഓഫ് A1 ഉള്ളത് 3 ആണെന്ന് മനസ്സിലായി. അപ്പൊ 3A1 എന്ന് എഴുതാം. ഇനി A2 ആണല്ലോ അടുത്ത നോക്കേണ്ടത്. A2 എഴുതണം. 1/order. ഓർഡർ എത്ര? 6 തന്നെയാണ് ഇവിടെയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഇൻറ്റു ഇതിന്റെ ക്യാരക്ടർ ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. A2ന്റെ ക്യാരക്ടർ ആണ് ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ A2ന്റെ ക്യാരക്ടറിൽ ഇവിടെ 1 ഉണ്ട്. അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 12. 1 ഇൻറ്റു 1 ഇൻറ്റു 12. 1 ഇൻറ്റു 1 ഇൻറ്റു 12 പ്ലസ് അടുത്ത ടേം 0 തന്നെയാണ് വരിക. ബിക്കോസ് ഇവിടെ 0 ഉണ്ടല്ലോ. C3യുടെ കോഎഫിഷ്യന്റ് 2, ഇവിടത്തത് 1. 2 ഇൻറ്റു 1 ഇൻറ്റു 0. 2 ഇൻറ്റു 1 ഇൻറ്റു 0 പ്ലസ് ഇവിടെ ആണെങ്കിലോ 3 ഇൻറ്റു ഇവിടെ -1 ആണ്. 3 ഇൻറ്റു -1 ഇൻറ്റു 2 -6 വരും. 3 ഇൻറ്റു -1 ഇൻറ്റു 2. ഓക്കെ, എത്ര വരും? 1/6 2 പ്ലസ് 0 സോറി 12 പ്ലസ് 0 -6. 3 ഇൻറ്റു -1 ഇൻറ്റു 2 -6. 12 - 6 എന്ന് പറഞ്ഞാൽ 6. 6/6 എന്ന് പറഞ്ഞാൽ 1 വരും. ഓക്കെ, A2 നമുക്ക് 1 കിട്ടി. ഇനി നമ്പർ ഓഫ് ഇ ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് ഇ കാണാൻ വേണ്ടിയിട്ട് എത്ര മോഡ്സ് ഈ സിമെട്രിയിൽ ഉള്ളത് കാണണമെങ്കിൽ നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? 1 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് 1 ഇൻറ്റു ദിസ് 2. 1 ഇൻറ്റു 2 2 ഇൻറ്റു 12. അപ്പൊ നമുക്ക് എന്ത് വരും? 1/6 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 12 പ്ലസ് ഇനി C3യുടെ കോഎഫിഷ്യന്റ് 2, അതിന്റെ ക്യാരക്ടർ -1. 2 ഇൻറ്റു -1 ഇൻറ്റു 0. 2 ഇൻറ്റു -1 ഇൻറ്റു 0 പ്ലസ് ഇവിടെ ആണെങ്കിൽ കോഎഫിഷ്യന്റ് 3, ക്യാരക്ടർ 0 ഇൻറ്റു 2. അത് 0 വരും. 3 ഇൻറ്റു 2 ഇൻറ്റു 0 അല്ലേ? 3 ഇൻറ്റു 0 ഇൻറ്റു 2. 3 ഇൻറ്റു 0 ഇൻറ്റു 2. അപ്പൊ ഈ രണ്ട് ടേം 0 ആയി. അപ്പൊ എന്താണ്? 12 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 4 ആണ് വരിക. അപ്പൊ ഈ എത്രയുണ്ട്? 4 ഉണ്ട്. അപ്പൊ നമുക്ക് മോഡ്സ് എത്ര കിട്ടി? A1 നമുക്ക് കിട്ടിയത് 2 ആണ് അല്ലേ? സോറി 3 ആണ്. 3A1 ടോട്ടൽ മോഡ്സ് എന്ന് പറയുന്നത് 3A1 ഒരു A2 പ്ലസ് 4E. ഇത്രയാണ് നമുക്ക് നോർമൽ മോഡ്സ്, ടോട്ടൽ മോഡ്സ് കിട്ടിയത്. ഈ ടോട്ടൽ മോഡ്സിൽ 3 ട്രാൻസ്ലേഷണൽ മോഡ്സ് ഉണ്ടാവും, 3 റൊട്ടേഷണൽ മോഡ്സ് ഉണ്ടാവും. ബാക്കിയാണ് 3n-6 ആണ് നമുക്ക് ആരുണ്ടാവുക? വൈബ്രേഷൻ ഉണ്ടാവുക. അപ്പൊ ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഏതൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ Z ഒരു A ഉണ്ടല്ലോ. സോ ട്രാൻസ്ലേഷനിൽ ആരൊക്കെ ഉണ്ട്? ഒരു A ഉണ്ട്. പിന്നെ X, Y എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്?
സെഡും എക്സും വൈ ഉള്ളത് മാത്രമേ നമ്മൾ നോക്കാവൂ. നോർമൽ മോഡ്സ് ട്രാൻസ്ലേഷനും റൊട്ടേഷനും നോക്കുമ്പോൾ ആർ എക്സ് ആർ വൈ ആർ സെഡ് നോക്കണം. ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ സെഡ് എക്സ് വൈ ആ നോക്കേണ്ടത്. സോ ട്രാൻസ്ലേഷനിൽ എ സെഡ് ഉള്ളത് എ വൺ സിമെട്രിയിലാണ്. സോ എ വൺ പ്ലസ് എക്സ് വൈ അത് ഏതിലാണ് സിമെട്രി ഇ. അത് നമ്മൾ രണ്ടെണ്ണം എഴുതണ്ട, എക്സും വൈ ഉള്ളത് ഇ എന്ന് പറയുന്നത് തന്നെ ഡീജനറേറ്റ് ആണ്. സോ നമ്മൾ എ വൺ പ്ലസ് ഇ ആണ് ട്രാൻസ്ലേഷൻ. ഇനി റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ആർ സെഡ് അത് ഏതാണ് സിമെട്രി എ ടു, ആർ എക്സും ആർ വൈ ഉള്ളത് ഇയിലേക്ക്. സോ എ ടു പ്ലസ് ഇ ആണ് റൊട്ടേഷന്റെ സിമെട്രി വരുന്നത്. അപ്പം ഈ ടോട്ടൽ മോഡ്സിൽ നിന്ന് ടോട്ടൽ മോഡ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇത് 3a1 പ്ലസ് a2 പ്ലസ് 4e. ഇതിൽ ട്രാൻസ്ലേഷനിൽ നമുക്ക് കിട്ടിയത് എന്താണ്? a1 പ്ലസ് ഇയും റൊട്ടേഷനിൽ നമുക്ക് കിട്ടിയത് a2 പ്ലസ് ഇയും ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് മോഡ്സും ഈ ടോട്ടൽ മോഡ്സിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ 3a1 പ്ലസ് a2 പ്ലസ് 4e minus of a1 plus e plus a2 plus e. അപ്പൊ എന്ത് വരും? ഇവിടുന്ന് 3a1 minus a1 എന്ന് പറഞ്ഞാൽ 2a1 ആയി. 2a1 plus a2 ഒന്നേ ഉള്ളൂ, ഇവിടെ a2 മൈനസ് ചെയ്യണം. സോ a2 അവിടെ കട്ട് ചെയ്തു പോയി. 4e minus 2e, e plus e എന്ന് പറഞ്ഞാൽ 2e, 4e minus 2e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2e. അപ്പൊ ഇത് NH3യുടെ ഇത് PYQ ചെയ്തവർക്ക് ഇത് ബൈ ഹാർട്ട് ആയിരിക്കും. 2a1 പ്ലസ് 2e ആണ് ഇതിന്റെ വൈബ്രേഷണൽ മോഡ്സ് എന്നുള്ളത്. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് അവിടെ എക്സാമിന് ചെയ്യേണ്ട ആവശ്യമില്ല. 2a1 പ്ലസ് 2e ആണ് നമുക്ക് വൈബ്രേഷന്റെ മോഡ്സ് എന്ന് ഒറ്റ ഇതിൽ നമുക്ക് കിട്ടും. സോ നമ്മുടെ ഫൈനൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 2a1 പ്ലസ് 2e ആണ് നമ്മുടെ നോർമൽ മോഡ്സ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ മോഡ്സ് ആണ് വൈബ്രേഷണൽ മോഡ്സ്. അതിൽ ഇനി ഏതൊക്കെ ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ സം ഓഫ് ദി നോർമൽ മോഡ്സ് ആർ IR ഇനാക്റ്റീവ് എന്നാ പറഞ്ഞത്. അപ്പൊ സം ഓഫ് ദി നോർമൽ മോഡ്സ് ആർ IR ഇനാക്റ്റീവ്. അപ്പൊ 2a1 നോക്കൂ, ഇവിടെ a1ഉം 2e1 ഇത് രണ്ടുമാണ് നമ്മുടെ നോർമൽ മോഡ്സ്. a1ന്റെ കൂടെ എന്തുണ്ട്? Z ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ Z എന്ന് പറയുന്നത് നമ്മൾ വൈബ്രേഷണൽ മോഡ്സിനെ റെപ്രസെന്റ് ചെയ്യും. സെഡും എക്സും വൈയും വൈബ്രേഷനെയും റെപ്രസെന്റ് ചെയ്യും, അതുപോലെ തന്നെ ട്രാൻസ്ലേഷനെയും റെപ്രസെന്റ് ചെയ്യും. ആർ സെഡ് ആർ എക്സ് ആർ വൈ എന്ന് പറയുന്നത് റൊട്ടേഷനെ റെപ്രസെന്റ് ചെയ്യാം. ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് രാമനെയാണ്. രാമൻ ഇനാക്റ്റീവ് ആണോ രാമൻ ആക്റ്റീവ് ആണോ, ഇത് പ്രസന്റ് ആണ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പ്രസന്റ് ആണെങ്കിൽ ആ മോഡ് രാമൻ ആക്റ്റീവ് ആയിരിക്കും, ആബ്സെന്റ് ആണെങ്കിൽ അത് ഇനാക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ Z ഉണ്ട് എന്ന് വെച്ചാൽ A1 സിമെട്രിയിൽ Z ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്ലേഷന്റെ ഇതിലും പോകും, അതുപോലെ ട്രാൻസ്ലേഷൻ പോലെ തന്നെ ഇത് എന്തിലും കൂടി ആക്റ്റീവ് ആണ്? വൈബ്രേഷനിലും കൂടി ആക്റ്റീവ് ആണ്. സോ A1 എന്ന് പറയുന്നത് വൈബ്രേഷണൽ ആക്റ്റീവ് ആണ്, അതുപോലെ E എന്ന് പറയുന്നതും വൈബ്രേഷണൽ ആക്റ്റീവ് ആണ്. സോ എക്സും വൈ ഉണ്ടല്ലോ, ഇവിടെ Z ഉണ്ട്, ഇവിടെ എക്സും വൈ ഉണ്ട്. സോ രണ്ടും എന്താണ്? വൈബ്രേഷണൽ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ IR ആക്റ്റീവ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ തന്നിട്ട് IR ഇനാക്റ്റീവ് എന്നാണ്. സം ഓഫ് ദ നോർമൽ മോഡ്സ് ആർ IR ഇനാക്റ്റീവ്. ഇവിടെ A1ഉം Eയും രണ്ടും IR ആക്റ്റീവ് ആണ്. ഇവിടെ തന്നെ കാണാം. A1ന്റെ അടുത്തും നമുക്ക് Z കാണുന്നുണ്ട് എന്ന് വെച്ചാൽ എക്സ് വൈ സെഡ് എന്നുള്ള ആക്സിസ് നമ്മൾ കാണുകയാണെങ്കിൽ അത് ആക്റ്റീവിനാണ്. അത് ആബ്സെന്റ് ആണെങ്കിൽ മാത്രമേ ഇനാക്റ്റീവ് എന്ന് പറയുള്ളൂ. ഇവിടെ ആർ സെഡിന്റെ കൂടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ A2 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മോഡ്സിൽ വരുന്ന കാര്യമല്ല. A1ഉം Eയും മാത്രമേ നമുക്ക് നോർമൽ മോഡ്സിൽ ഉള്ളൂ. 2a1 പ്ലസ് 2e അല്ലേ നമുക്ക് അവസാനം കിട്ടിയത്. സോ A1 എന്താണ്? IR ആക്റ്റീവ് ആണ്, അതുപോലെ Eയും IR ആക്റ്റീവ് ആണ്. എക്സ് വൈ എന്നുള്ള ഇവിടെ ആക്സിസ് കാണിക്കുന്നത് കൊണ്ട് രണ്ടും ആക്റ്റീവ് ആണ്. സോ ഓപ്ഷൻ 1 നമുക്ക് തെറ്റായ ഓപ്ഷൻ ആണ്. അറ്റ്ലീസ്റ്റ് വൺ നോർമൽ മോഡ് ഈസ് ബോത്ത് IR ആൻഡ് രാമൻ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു മോഡ് IRഉം രാമനും ബോത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഇത് A1ഉം E ആണല്ലോ നമ്മുടെ നോർമൽ മോഡ്സ്. അതിൽ A1ൽ നമുക്ക് എന്തുണ്ട്? IR ആക്റ്റീവ് ആണ്, Z ഉണ്ട്, അതുപോലെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ രാമനും ആക്റ്റീവാ. E എന്ന് പറയുന്നതിൽ എക്സ് വൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ IR ആക്റ്റീവ് ആണ്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്. സോ രാമനും ആക്റ്റീവ് ആണ്. സോ സെക്കൻഡ് ഓപ്ഷനും നമുക്ക് എന്തായി? റോങ് ആയി. അറ്റ്ലീസ്റ്റ് വൺ നോർമൽ ഈസ് ബോത്ത് IR ആൻഡ് രാമൻ ഇനാക്റ്റീവ് എന്നാണ് പറഞ്ഞത്. സോ ഓപ്ഷൻ 2ഉം ഇൻകറക്റ്റ് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ നോക്കുമ്പോൾ മിക്സിംഗ് ഓഫ് നോർമൽ മോഡ്സ് ബൈ സിമെട്രി ഓപ്പറേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പോസിബിൾ ആണ്. മിക്സിംഗ് ഓഫ് നോർമൽ മോഡ്സ് ബൈ സിമെട്രി ഓപ്പറേഷൻസ്, നമുക്ക് നോർമൽ മോഡ്സിനെ പരസ്പരം മിക്സ് ചെയ്തിട്ടുള്ള സിമെട്രി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നോർമൽ മോഡ്സിനെ മിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നാ പറഞ്ഞത്. സോ ദിസ് ഓപ്ഷൻ വിൽ ഓൾസോ റോങ്. നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്, നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഓപ്ഷൻ അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ. For some of the normal modes, the wave function of first vibrational excited state is totally symmetric. ഈ vibrational excited state ഒന്നും നോക്കാനില്ല, totally symmetric ആയിട്ടുള്ള ഒരു മോഡ് ഉണ്ടോ നോക്കിയാൽ മതി. A1 ആണല്ലോ ടോട്ടൽ സിമെട്രിക്. 1 1 1 സിമെട്രിക് അല്ലേ?
എല്ലാം 1 അല്ലേ, അതിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്നത്, ടോട്ടൽ സിമെട്രിക്. സോ നമ്മുടെ നോർമൽ മോഡ്സ് എന്താണ് 2a1 plus 2e. അതിൽ a1 എന്ന് പറയുന്നത് ടോട്ടൽ സിമെട്രിക് അല്ലേ. അപ്പൊ നമ്മുടെ വേവ് ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് വൈബ്രേഷണൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒരു വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ സിമെട്രി ഓപ്പറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a1 തന്നെയാണ് സിമെട്രി എലമെന്റ് കിട്ടുന്നത്. സോ ആ ഒരു ഫോർത്ത് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണ്. നമുക്ക് ഇത് അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ഈ ഫസ്റ്റ് വൈബ്രേഷണൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് അതൊന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ടോട്ടൽ സിമെട്രിക് ആയിട്ടുള്ള മോഡ്സ് ഉണ്ടോ, നമ്മൾ ചെയ്തു വന്ന നോർമൽ മോഡ്സിൽ ഉണ്ട്. a1 എന്ന് പറയുന്നത് ടോട്ടൽ സിമെട്രിക് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതിൽ കറക്റ്റ് ഈ 2a1 plus 2e ആണ് NH3യുടെ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ വൈബ്രേഷണൽ മോഡ്സ് എന്ന് അറിയാമെങ്കിൽ ഈ ക്യാരക്ടർ ടേബിൾ ഈസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. a1 ആണ് ടോട്ടൽ സിമെട്രിക്, E എന്ന് പറയുന്നത് ഡബിൾ ജനറേറ്റ് ആണ്. അപ്പൊ a1 ൽ z ഉണ്ട്, അതുപോലെ x² + y² z² ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, പ്ലസ് ആക്സിസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് രാമൻ ആക്റ്റീവ് ആണ്, അതുപോലെ IR ആക്റ്റീവ് ആണ്. xy ഉണ്ട്, അതുപോലെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്. സോ യും എന്താണ് ബോത്ത് IR ആൻഡ് രാമൻ ആക്റ്റീവ് ആണ്. ഓക്കെ. A2 എന്ന് പറയുന്നത് വൈബ്രേഷണൽ മോഡേ അല്ല, അത് എന്ത് മാത്രമേ ഉള്ളൂ, റൊട്ടേഷണൽ മോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കണം. ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ നോക്കുക, പ്ലസ് നമ്മുടെ എന്താണ് ട്രാൻസ്ലേഷണൽ മോഡിനെയും അത് റെപ്രസെന്റ് ചെയ്യും. RZ RX എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാമൻ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ അതാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഐ ഹോപ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്.